ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുമല്ലേ? ആദൂട്ടി അമ്മയും സുഖമായിട്ടിരിക്കുവാണ്. ഞങ്ങൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി വന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ്. പക്ഷേ ശരീരം കൊണ്ട് ഞങ്ങൾ ഓക്കെയാണ്, മാനസികം കൊണ്ട് ഞാൻ ഭയങ്കര വിഷമമാണ് കേട്ടോ. ഒത്തിരി വിഷമത്തോടു കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനി ആർക്ക് വേണേലും നെഗറ്റീവ് അടിക്കാം, യാതൊരു വിഷയമില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടോ, ആദ്യമേ തന്നെ നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് വ്ളോഗർമാരും അതിനേക്കാൾ ഉപരി ആദൂട്ടീനെ സ്നേഹിക്കുന്ന ആദൂട്ടീൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വലിയൊരു സപ്പോർട്ട് നമുക്ക് തന്നു കേട്ടോ. അപ്പം എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രയും സപ്പോർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമാണ് നിങ്ങൾ ആദൂട്ടിക്ക് കൊടുത്ത സപ്പോർട്ട്. എല്ലാവരോടും താങ്ക് യു. ആദൂട്ടീൻ്റെ ഒരു കക്കര ഉമ്മ കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നെഗറ്റീവ് പറയുമ്പം ആദൂട്ടീനെ എടുത്ത് പറയുന്നത് എന്തിനാണ്? ഞാൻ ഈ ആദൂട്ടിനെ കൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്കാണ് നെഗറ്റീവ് വരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ആദൂട്ടീനെ എടുത്ത് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ആദൂട്ടീനോട് ഞാൻ ആദ്യം എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ വീഡിയോ വരുന്നത് കേട്ടോ, അല്ലേ? ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ടാണ് വീഡിയോ വരുന്നത്. ആദൂട്ടി മെൻ്റലി ഓക്കെയാണ്, ആദൂട്ടി ഫിസിക്കലി വീക്കാണ്. ശരിയായി വരുന്നുണ്ട്, മെല്ലെ മെല്ലെ റെഡിയാകും. റെഡിയാകാതെ എവിടെ പോകാനാ, അല്ലേ? മെല്ലെ മെല്ലെ ഞങ്ങൾ റെഡിയാകും. ഞങ്ങൾ ആ വിശ്വാസത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് തകർക്കാനായിട്ട് ആരും വരാതിരുന്നാൽ മതി. ഞങ്ങളുടെ വിശ്വാസം അല്ലേ, ഒരമ്മയുടെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലുതാണ്. അപ്പോൾ അത് തകർക്കാനായിട്ട് ഇടയ്ക്ക് ആരും വരാതിരുന്നാൽ മതി. അപ്പം ആദൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നാൾ വന്നൊരു അപ്പം അപ്പുറത്ത് റോട്ടിൽ കൂടി ഒരാൾ പോയി കേട്ടോ. അന്നേരം ഒന്ന് മൈൻഡ് കട്ടായിപ്പോയി. ആദൂട്ടിനെ കുറിച്ച് പറയാം. ആദൂട്ടിക്ക് കുസ്തി കാണിക്കുന്നുണ്ടോ? ആദൂട്ടിക്ക് റോട്ടിൽ കൂടി ആരിലും പോയി ഞങ്ങൾക്ക് കൂടെ പോകണം. ആദൂട്ടിയുടെ അസുഖം കുറേ പേര് ചോദിക്കുന്നുണ്ട്, അസുഖം എന്താണെന്ന്. മോന് സെർബിൾ പാൾസിയാണ്. അപ്പം ഇങ്ങനെ ജനിച്ചൊരു കുഞ്ഞല്ല, ആള് നല്ല മോനായിട്ട് തന്നെയാണ് ദൈവം നമ്മുടെ കയ്യിലേക്ക് തന്നത്. പക്ഷേ എന്തോ നമ്മുടെ ഒരു ഭാഗ്യക്കേടെന്നൊക്കെ പറയാം. അവിടുന്ന് ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് എന്തോ പറ്റിയിട്ടാണ് കുഞ്ഞുവാവ ഇങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ ആദൂട്ടിക്ക് സെർബിൾ പാൾസിയാണ്, CP. അതിൻ്റെ കൂടെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ എന്ന് പറഞ്ഞൊരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 കണ്ടീഷനാണ് ആദൂട്ടിക്ക്. പിന്നെ ആദൂട്ടീൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആദൂട്ടിക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. 100% ഡിസബിലിറ്റി ഉള്ളൊരു കുഞ്ഞാണ്. നമ്മൾ 100% ഡിസബിലിറ്റി ഉള്ളൊരു കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നിസ്സാര കാര്യമല്ല. ചില ദിവസം നമ്മുടെ ഭക്ഷണം പോലും ഒഴിവാക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്കൊരു തുള്ളി ഉറങ്ങാൻ പറ്റിയേരാം. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. പക്ഷേ ഇതെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്, എൻ്റെ കുഞ്ഞ് ഹാപ്പിയാണ്, നമ്മുടെ ഫാമിലിയും ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും ആരുടെ മുമ്പിൽ ഒരു പരാതി പറഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനോ നോക്കുമോ എന്ന് ചോദിച്ചോ ഒന്നിനും ഞാൻ വന്നിട്ടില്ല. പിന്നെ ഒത്തിരി പേരോട് പൈസ കടം ചോദിച്ചിട്ടുണ്ട്, മേടിച്ച പൈസയൊക്കെ കൊടുത്തിട്ടുമുണ്ട്. അപ്പം അല്ലാതെ തന്നെ ആദൂട്ടിക്ക് കുറേ പേര് എന്നെ സഹായിച്ചിട്ടുമുണ്ട്. അപ്പം ഈ നെഗറ്റീവ് ഇട്ട ആളെ എനിക്ക് അറിയത്തില്ല. പക്ഷേ അതെങ്ങനെയായിരിക്കും വന്നേ എന്നുള്ളത് സൈബർകാർ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മളോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രൂപേഷും ലക്കിയും പിന്നെ ജസ്നേനൊന്നും എനിക്ക് അറിയത്ത് പോലും ഇല്ല കേട്ടോ. അപ്പം ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവാതിരിക്കട്ടെ. കാരണം ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്ത് എനിക്ക് ഭയങ്കര ദയനീയാവസ്ഥയാണ് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആളെ ഞാൻ നോക്കൂന്നത് ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അപ്പം നിങ്ങളതിനകത്ത് അങ്ങനെയാകും ഇങ്ങനെയാകും എന്തോരം തെറിയാ വിളിച്ചേക്കുന്നത്. മനുഷ്യത്വമുള്ള ഒരാളെങ്കിലും ഇങ്ങനെ വിളിക്കുമോ, അല്ലേ? കൊച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെ മനസ്സിൽ ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യത്വമുള്ള ഒരാളെങ്കിലും ഇത്രയും ചീത്ത നമ്മളെ വിളിക്കുമോ? എനിക്കറിയത്തില്ല കേട്ടോ. നോർമലായിട്ടുള്ള ഒരാളെ എനിക്ക് വിളിക്കുമോയെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്നും അറിയത്തില്ല. എനിക്കങ്ങനെ ശത്രുക്കൾ എന്ന് പറയാൻ അതിന് മാത്രം ഒന്നുമില്ല കേട്ടോ. ബെർലിനുണ്ടെന്ന 1-2 പേരേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എനിക്കങ്ങനെ ശത്രുക്കൾ എന്ന് പറയാൻ ആരുമില്ല. പിന്നെ എനിക്ക് ആദ്യമേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നീ ഫ്രോഡാടിയെന്നും പറഞ്ഞിട്ട്. അപ്പം ഫ്രോഡാന്ന് പറഞ്ഞ് ഇട്ട ആളുടെ കമൻറ്റൊക്കെ നമ്മുടെ അടുത്തേക്കുണ്ട്. ആ ആളുടെ അടുത്തേക്ക് തന്നെയാണ്
സൈബറുകാരും വിരൽ ചൂണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഫ്രോഡാണെന്ന് പറഞ്ഞ ആളോട് നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും അറിയാവോ, എന്നെപ്പറ്റിയോ അതുവിനെ പറ്റിയോ ഞങ്ങളുടെ ഫാമിലീനെ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? ഒന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഫ്രോഡാണെന്ന് പറയുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ ഒന്ന് പോയി ചോദിച്ചു നോക്കണം. ആ പരിസരത്ത് പോയി സൗമ്യനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ചോദിച്ചു നോക്കണം. അവരാകെപ്പാടെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളായിട്ട് സ്നേഹിച്ചിരുന്നെന്നൊരു കംപ്ലൈൻറ്റ് പറയുമായിരിക്കും. ആ സ്നേഹിച്ചിരുന്ന ആളുടെ കൂടെ സൗമ്യ 19 കൊല്ലമായിട്ട്, ഈ ഒക്ടോബർ വരുമ്പോൾ 19 കൊല്ലവും ആളുടെ കൂടെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. 19 കൊല്ലമായിട്ട് ആ ഒരു പേരല്ലാതെ എനിക്ക് എന്തെങ്കിലും ഒരു ചീത്തപ്പേരോ എന്തേലും ഒരു പേരുണ്ടോ നിങ്ങളൊന്ന് അവിടെ പോയി അന്വേഷിച്ച് നോക്കണം കേട്ടോ. ഏതെങ്കിലും വിധത്തിൽ നന്നായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് വന്ന സാഹചര്യം തന്നെയാണ് നമുക്കുള്ളത്. അത് എൻ്റെ വീട്ടിൽ നിന്നാണേലും ശരി. പിന്നെ ചേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടോ. അതുകുട്ടി ഉണ്ടായാലും വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ അടുത്ത് ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് സാധാരണ ഒരാൾക്ക് പോലും അതുകുട്ടിനെ പോലെയുള്ള മക്കളുടെ ചികിത്സാ ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മളിവിടെ വാടകയ്ക്കൊക്കെ വീടെടുത്ത് നിൽക്കുന്ന സ്ഥിതിക്ക് ചികിത്സാ ചിലവും ന്യൂറോ മെഡിസിനും എല്ലാം ഒരു ഭയങ്കരമാണ്. അപ്പം യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങിയത് തന്നെയാണ്. അത് ഞാനെന്നല്ല പറയാം ദേഷ്യമൊന്നും അത് ഞാനെന്നല്ല എല്ലാവരും കേട്ടോ. യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ തുടങ്ങുന്നത് എല്ലാവരും, അത് അസുഖമുള്ളവരോ അസുഖവും ഇല്ലാത്തവരോ എല്ലാവരും ഈ പറയുന്ന ആരാണേലും വരുമാനത്തിന് വേണ്ടി മാത്രമാണ് തുടങ്ങുന്നത്. ആരും ടൈം പാസിന് വേണ്ടിയിട്ട് യൂട്യൂബോ ഫേസ്ബുക്കോ തുടങ്ങിയതായിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും. അപ്പോൾ പിന്നെ ഇത് ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുതരുന്ന വരുമാനമല്ല. പിന്നെ എൻ്റെ ചാനലിൽ എൻ്റെ നെറ്റിൽ ഞാനിടുന്ന വീഡിയോ അതേ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. അതുകൊണ്ടിനെ സ്നേഹിക്കുന്ന ഒരു 84,000 പേര് മറ്റേ ഇതിൽ യൂട്യൂബിലും ഉണ്ട്, ഒരു 50,000 പേര് ഫേസ്ബുക്കിലും ഉണ്ട്, 20,000 പേര് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, 21,000 പേര്. അപ്പോൾ അവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. പിന്നെ ഞാൻ ഫ്രോഡാണെന്ന് പറയുന്നത് ആ മെസ്സേജും സൈബറിന് പോയിട്ടുണ്ട്. ഈ കേസ് കൊടുത്തത് നിങ്ങൾക്ക് നുണയാണെന്ന് തോന്നുവാണെങ്കിൽ വെറുതെയാണ്. സത്യമായിട്ടും കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്കിനിപ്പോൾ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സൈബർ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്, നമ്മളിതെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. രൂപേഷിൻ്റെ ഫോട്ടോ സഹിതമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ അത് രൂപേഷ് ആകാൻ സാധ്യതയില്ല, അത് വേറെ ആരെങ്കിലും ഫേക്ക് ID തുടങ്ങിയതായിരിക്കും. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫേക്ക് ID തുടങ്ങിയതായിരിക്കും. എന്നാലും ഞാൻ ഒരിക്കലും ബാങ്ക് വിളിച്ചു കേട്ടോ, അതാണ് കട്ട് ചെയ്തത്. ഒരു പ്രാർത്ഥനയല്ലേ, നമ്മൾ ബഹുമാനിക്കണം, അതാണ് കട്ട് ചെയ്തത്. അപ്പം ഞാൻ ഉടായ്പാന്ന് പറയുന്നവരോടാണ് പറഞ്ഞത്. ഞാൻ എന്താണോ ഏതാണെന്നുള്ളത് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വീട്ടിലെ നമ്പറും അയൽവക്കത്തെ നമ്പറും തരാം, ഒന്ന് വിളിച്ചു ചോദിച്ചോ. പിന്നെ നിങ്ങൾ ആരെയും ബോധിപ്പിച്ചിട്ട് ഞാൻ ജീവിക്കേണ്ട കാര്യമില്ല, അത് വേറൊരു കാര്യം. ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണ്ട, കാരണം സൈബറിലെ കേസാണ്. എനിക്ക് സംശയമുള്ളവരെ പറയാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അവർ കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോൾ സൈബർ അത് കണ്ടുപിടിക്കട്ടെ. എന്നാലും ഒരാളോടും ഭൂമിയിൽ ഒരാളോടും ഇങ്ങനത്തെ ഒരു കമൻറ്റ് എഴുതി ചോദിക്കാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുഞ്ഞിനെല്ലാം ശരിയാകും, അതെൻ്റെ ഒരു വിശ്വാസമാണ്. അത് തകർക്കാൻ ആരും വരണ്ട. പിന്നെ ഞങ്ങളുടെ ഇടയിലേക്ക് അല്ലേ, ഞങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ മാത്രം മതി. അപ്പോൾ കമൻറ്റ് ഇട്ട 2 കമൻറ്റുകൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും കണ്ടില്ലേ ആ കമൻറ്റ്? ഇനിയിപ്പോൾ ആ കമൻറ്റ് ചെയ്യാൻ തമ്പ്ലൈനും ഒന്നും കൊടുക്കുന്നില്ല. എന്തായാലും ഞങ്ങളും ജീവിച്ചോട്ടെ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ജീവിക്കുമല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരുന്നില്ലല്ലോ, ഈ നെഗറ്റീവ് അടിക്കുന്നവരുടെ അടുത്തേക്ക്. ഞാനോ എൻ്റെ കുഞ്ഞോ ഒന്നിനും വരുന്നില്ലല്ലോ, ഒരു കാര്യത്തിനും വരുന്നില്ലല്ലോ. ആദൂട്ടിയായി, ഞാനായി, എൻ്റെ ഫാമിലിയായി, എൻ്റെ സബ്സ്ക്രൈബേഴ്സായി ഞാൻ ജീവിക്കുമല്ലേ. നിങ്ങളുടെ പുറകെ ഞാൻ ഒന്നിനും വരരുത്. അപ്പം വരുന്നില്ല. അപ്പം ഞങ്ങളെ വിട്ടേക്കുക, എന്നെ എൻ്റെ കുഞ്ഞിനെ വിട്ടേക്കുക. ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റുള്ളൂ. കാരണം എനിക്ക് ആദൂട്ടിനെ ശരിയാക്കിയേ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആര് ശരിയാകിയാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് എൻ്റെ കുഞ്ഞ് ശരിയാകുമെന്ന്. അപ്പം ഫുള്ളായിട്ട് ഓടി നടക്കും, കളിക്കും, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്നാലും കുറേയൊക്കെ ശരിയാകും. അത് ഫിസിയോതെറാപ്പി കൂടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ വരുമാനം എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും മോൻ്റെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി തന്നെയാണ്. യൂട്യൂബിൽ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാലേ അറിയാം. ഷോർട്സ് മാത്രമേ ഇച്ചിരി കയറി പോകുന്നുള്ളൂ, കുറച്ച്. അല്ലാതെ നമ്മൾ ഇടുന്ന വീഡിയോ ഒന്നും ഒട്ടും കയറി പോവുകയല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയുന്നത്, ഈ കമൻറ്റ് ഇട്ട 2 വ്യക്തികളുണ്ടല്ലോ,
ജന്മം നിങ്ങൾ അനുഭവിക്കും. ഒരു അമ്മയുടെ ശാപമാണ് അത്, നിങ്ങളെ വിട്ടു പോകത്തില്ല കേട്ടോ. കുറേ പേര് പറഞ്ഞു ചേച്ചി ശപിക്കരുതെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ഇതെന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ വഴിമാറി പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ആർക്കും ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടരുത്. അപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ എന്തായാലും ഞാൻ നിങ്ങളെയും കൊണ്ട് വരും, വന്നേ പറ്റുള്ളൂ. അത് ഞാൻ വീഡിയോ എടുത്തിടുകയും ചെയ്യും. ആരാന്നുള്ളത് പുറം ലോകം കാണണം. അതുകൊണ്ടിന് ഇത്രയും റിയാക്ഷൻ വീഡിയോകാരെടുത്ത് വെച്ച് ചെയ്ത് ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ അവരെ കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ എന്തായാലും നിങ്ങൾ പുറത്ത് വരും. കുറച്ച് കമൻറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തൊക്കെയോ ഭയങ്കര വിഷമങ്ങളാണ്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പല പല ചിന്തകളാണ്. അത് ആ കമൻറ്റ് വന്നതിൻ്റെ പേരിൽ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഞങ്ങളും ജീവിച്ചോട്ടെ കേട്ടോ, ഞങ്ങളെയും വിട്ടേക്ക്. എനിക്കും അതുകൂട്ടിക്കും ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്കും ജീവിക്കണം. ഇനി ഒരു കുഞ്ഞിനെ ഇതുപോലെ പറയാൻ നിങ്ങളുടെ നാക്ക് പൊന്തിയല്ല കേട്ടോ. കാരണം നമ്മുടെ ഭിന്നശേഷിയുടെ നിയമം ഭയങ്കരമാണ്. 5 വർഷം തടവും പിഴയും ഒക്കെ വരുന്നുണ്ട്. അത് പ്രത്യേകം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ശരി, എന്നാൽ കേസിൻ്റെ ഡീറ്റെയിൽസ്, കേസിൻ്റെ ഇതായി കഴിയുമ്പോൾ ഞാൻ എന്താണെന്ന് എല്ലാവരോടും പറയുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് വിലപ്പെട്ടതാണ് കേട്ടോ.